الحمد لله الذي ألف بين قلوب المؤمنين فجعلهم إخوة متحابين متآزرين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله اختاره بعلمه وأتمنه على وحيه واختار له خير الآل والأصحاب أعوانا فآمنوا به وعزروه ووقروه وجاهدوا في الله حق جهاده صلى الله وسلم وبارك عليه وعلى آله وأزواجه وأصحابه والتابعين لهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹാദരരായ വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കീഴടങ്ങി പരമാവധി അവൻ്റെ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗിതരായ എല്ലാ പ്രവാചകന്മാരെയും പിന്തുണച്ച ഒരു ജനവിഭാഗമുണ്ട്. എതിർപ്പുകളും പരിഹാസങ്ങളും ഏറെയുണ്ടായിട്ടും സ്വന്തം ജനതയിൽ തന്നെ എണ്ണത്തിൽ കുറവാണെങ്കിലും ആ പ്രവാചകന്മാരെ അഹമഹമികയ എല്ലാവിധത്തിലുമുള്ള പിന്തുണ നൽകിയ പ്രവാചകന്മാരുടെ അനുയായികൾ, ഈസാ നബി അലൈഹിസ്സലാമിന് പിന്തുണ നൽകിയ അനുയായികളെ കുറിച്ച് ഖുർആൻ അവരുടെ പേര് പറഞ്ഞത് അൽ ഹവാരിയൂൻ എന്നാണ്, അദ്ദേഹത്തിന്റെ സഹായികൾ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അങ്ങനെയുണ്ടായിരുന്നു. അവരെ അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയുന്നത്. ആരാ സഹാബത്ത്? ഇസ്ലാമിക ചരിത്രത്തിൽ അവർക്കുള്ള സ്ഥാനം എന്താണ്? ഇസ്ലാം എന്ന ഒരേ ഒരു സത്യദീനിൽ ഇന്നും നിലനിൽക്കുന്നതിൽ അവർക്കുള്ള പങ്കെന്താണ് എന്നത് കൃത്യമായി പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വസിച്ചാചരിക്കുന്ന ഈ ഇസ്ലാമിനെ പറ്റി നമുക്കൊരു അവബോധവും ഒരു അഭിമാനവും അതിൽ അംഗത്വം നേടിയതിലൂടെ ആത്മാർത്ഥമായി നമുക്ക് ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരാണ് സഹാബൻ സഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ റആഹു മിനൽ മുസ്ലിമീന ഫഹു മിന സഹാബി. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിക്കുകയും സഹവസിക്കുകയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തവർ അവരാണ് സ്വഹാബി, അവരാണ് സ്വഹാബത്ത്. റസൂലിനെ കണ്ടവർ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നു പലരും. അവരെ എല്ലാ സ്വഹാബത്ത് എന്ന് വിളിക്കാറില്ല, സ്വഹാബത്ത് എന്ന് ആരും പറയാറുമില്ല, ഇല്ലേ? റസൂലിന്റെ കൊടി ശത്രുക്കൾ വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. കണ്ടതുകൊണ്ട് മാത്രം അവരാരും സ്വഹാബികളായില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സഹവസിക്കുകയും ആ റസൂൽ കൊണ്ടുവന്നതൊക്കെയും സംശയലേശമന്യേ ആമന്നാ വസദ്ദഖനാ സമിഅനാ വഅതഅനാ എന്ന് പറഞ്ഞവരെ പറ്റിയാണ് അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബി, നബിയെ വിശ്വസിച്ച് റസൂലിനെ കണ്ടു വമാത അലൽ ഇസ്ലാം, മുസ്ലിമായി മരിച്ചു പോകുന്നവരെ പറ്റി മാത്രമേ റസൂലിന്റെ സ്വഹാബി എന്ന് പറയാൻ പറ്റൂ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹിയോടൊപ്പം ജീവിതത്തിന്റെ നേർരേഖയിൽ ഓരം ചേർന്ന് നടക്കാൻ
അള്ളാഹു തിരഞ്ഞെടുത്ത സൗഭാഗ്യം കൊടുത്ത പുണ്യാത്മാക്കളാണവർ. റസൂലിന്റെ കൂടെ ജീവിതം ചെലവഴിച്ചതിലൂടെ അള്ളാഹു അവർക്ക് പ്രത്യേകത നൽകിയിട്ടുണ്ട്. അവിടത്തെ കാണാനും അവിടുത്തെ തിരുനാവിൽ നിന്ന് നേരിട്ട് ഹദീസ് കേട്ട് പഠിക്കാൻ മഹാസൗഭാഗ്യം ലഭിക്കുക വഴി റസൂലിന് ശേഷം ലോകം കണ്ട ഖൈറുൻ നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും എന്ന ഏറ്റവും നല്ല തലമുറയെന്ന് സ്വന്തം നേതാവിന്റെ നാവ് കൊണ്ട് തന്നെ ഉദ്ഘോഷിക്കപ്പെട്ടവർ, പരിശുദ്ധ വഹീന്റെ ധ്വജവാഹകരായി നേർക്ക് നേരെ സത്യസന്ധരായി ജീവിച്ച് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവരാ സ്വഹാബത്ത്. ലോകത്തെ ഏറ്റവും സുന്ദരമായ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു സ്വഹാബത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു ചില ദാസന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, അല്ലാഹുവിന്റെ ദാസന്മാരിൽ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അല്ലാഹു മനസ്സിലാക്കി. എന്നിട്ട് ഫസ്തഫാഹു ലിനഫ്സിഹി, ആ തനിക്ക് വേണ്ടി തന്നെ അല്ലാഹു റസൂലിനെ തിരഞ്ഞെടുത്തു. റസൂലിന്റെ ആ പ്രവാചകനെ തന്റെ ദൗത്യവുമായി അല്ലാഹു ജനങ്ങളിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് വേറെ ചില ദാസന്മാരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു നോക്കിയപ്പോൾ എന്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബിൽ നോക്കിയ ശേഷം മറ്റു ചിലരുടെ ഖൽബ് പരിശോധിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിതത്തിന്റെ ഗന്ധമറിഞ്ഞ് നബിയെ നേരായി പിന്തുടർന്ന സഹാബത്തിന്റെ ഏറ്റവും നല്ല മനസ്സുള്ളവരായി അല്ലാഹു കണ്ടെത്തി. അല്ലാഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ നംലിലെ 59ാമത്തെ ആയത്ത് ഉദ്ധരിച്ചു പറയുന്നത്, വസലാമുൻ അലാ ഇബാദിഹി അല്ലദീ ഇസ്തഫാ, നബിയെ പറയൂ അൽഹംദുലില്ലാഹ് എന്ന്. വസലാം, സമാധാനം ഉണ്ടാകട്ടെ, അലാ ഇബാദിഹി അല്ലദീ ഇസ്തഫാ, അല്ലാഹു തിരഞ്ഞെടുത്ത മഹാന്മാരുടെ മേൽ. അതായത് അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിൽ ഖുർആനിൽ വാഴ്ത്തപ്പെട്ടവരാണ് അവർ. അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, നമുക്ക് മുൻകഴിഞ്ഞു പോയ ആളുകൾ, മുഹാജിറുകളിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും, അവരെ നന്മയിൽ പിന്തുടരുന്ന ആളുകൾ. അവരെ പറ്റി അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദൂ അൻഹു, അല്ലാഹുവേ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അടിവാരത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗ പൂന്തോപ്പുകൾ അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചു. ഖാലിദീന ഫീഹാ അബദ, അവരെന്നും അതിൽ ശാശ്വതരാണ്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. ഇവിടെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് ഏറ്റവും ദുനിയാവിലെ നേട്ടങ്ങളല്ല, സമ്പത്തിന്റെയോ തറവാടിന്റെയോ അതേപോലെ തന്നെ ജനപിന്തുണയുടെയോ ആ സെറ്റപ്പ് ഒന്നുമല്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ് ദാലികൽ ഫൗസുൽ അദീം, ഏറ്റവും മഹത്തായ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്ത് തൗബയിലെ 100ാമത്തെ ആയത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നത്, അഖ്ബറല്ലാഹുൽ അദീം അന്നഹു ഖദ് റളിയ അനിസ് സാബിഖീനൽ അവ്വലീൻ, അവരെ പറ്റി മുൻഗാമികളായെ പറ്റി അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരെ പേര് മുഹാജിറുകളും അൻസാറുകളും എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, അല്ലാഹുവിന്റെ റസൂലേ അവരോടൊപ്പം ചില ആളുകളുണ്ട്, കുഫാറുകളോട് അതീവ കാർക്കശ്യം കാണിക്കുന്ന ആളുകളാണ്. അവരോട് വളരെ പരുഷമായി പെരുമാറുന്നവരും, റുഹമാഉ ബൈനഹും എന്നാൽ തമ്മിൽ കരുണയോടെ പെരുമാറുന്നവരും പ്രവർത്തിക്കുന്നവരും. തറാഹും റുക്അൻ സുജ്ജദ, അവരെ എപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് റുക്ഊഇലും സുജൂദിലുമായിട്ട് കിടക്കുന്നവരാണ്. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം മാത്രം കാംക്ഷിച്ചുകൊണ്ട്, വരിദ്വാന, അല്ലാഹുവിന്റെ തൃപ്തിയും. എന്നിട്ട് അവരുടെ അടയാളം പറയണം. വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് അടയാളം സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്തിൽ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അദരി സുജൂദ്, അവരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും സുജൂദിന്റെ ഫലമായി അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട്. ദാലിക മസലുഹും ഫി തൗറാത്ത്, അതാണ് തൗറാത്തിൽ അവരെ പറ്റിയുള്ള ഉപമ. മസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിൽ അവരെ പറ്റിയ ഉപമ അല്ലാഹു പറയുന്നുണ്ട്, എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താ അത്? കസറഇൻ അഖറജ ശത്തഖ, ഒരു കാർഷിക വിള പോലെ അതിന്റെ കൂമ്പത് പുറത്തു കാണിച്ചു. ഫആസറഹു, എന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്തി. ഫസ്തഗലമ, എന്നിട്ട് അതിനെ കരുത്താർജിച്ചു നിന്നു. ഫസ്തവാ അലാ സൂഖിഹി യുജിബു സുറാ, കർഷകർക്ക് കൗതുകം ഉളവാക്കുന്ന വിധം അതിന്റെ കാണ്ഡത്തിൽ അതിങ്ങനെ നിവർന്നു നിന്ന ഒരു ചെടി പോലെ, ഒരു കാർഷിക വിള പോലെ.
സത്യവിശ്വാസികളെ ഇങ്ങനെ അള്ളാഹ് എന്തിനാ വളർത്തിക്കൊണ്ട് വരുന്നത്? അവർ മൂലം സത്യനിഷേധികളെ അരിശം പിടിപ്പിക്കാൻ വേണ്ടിയാണ്. സത്യനിഷേധികൾക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു ദേശവും വല്ലാത്തൊരു ബേജാറുണ്ടാകാൻ വേണ്ടി അള്ളാഹ് പറയും. എന്നിട്ടോ അവർക്കാണ് വിശ്വാസികളിൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചവർ സൽക്കർമ്മം ചെയ്തവർക്കും അല്ലാഹു ഓഫർ ചെയ്തിരിക്കുന്നത് മഗ്ഫിറത്തും വഅജ്റൻ അദീമ, മഹത്തായ പ്രതിഫലവും പാപമോചനവുമാണ്. തഫ്സീർ സഅദിയിൽ കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു ഖുബീറു തആല റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി മിനൽ മുഹാജിരീന വൽ അൻസാർ. അല്ലാഹു റസൂലിനെ പറ്റിയും മുഹാജിറുകൾ അൻസാറുകളെ പറ്റിയും പറഞ്ഞിട്ട് അന്നഹും ബിഅക്മലി സിഫാത്ത്, എല്ലാം തികഞ്ഞവരാണ്, പരിപൂർണമായ വിശേഷണങ്ങൾ ഉടയവർ, ഏറ്റവും നല്ല ഉന്നതമായ സ്ഥിതിയിലുള്ള ആളുകളാണ് അവർ. തങ്ങളുടെ നേതാവിനൊപ്പം എവിടേക്കും ഓടിപ്പോകാതെ മരണം വരെയും നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ തിളക്കമേറിയ സംഭവത്തെ പറ്റി അള്ളാഹ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹുദൈബിയ സന്ധി, ശത്രുക്കളുമായി സന്ധി എഴുതുമ്പോ അള്ളാഹ് പറഞ്ഞില്ല വിശ്വാസികളെ പറ്റി അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. എപ്പോൾ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നബിയെ അങ്ങയോട് സ്വഹാബത്ത് ബൈഅത്ത് ചെയ്തപ്പോ അവരുടെ മനസ്സിലുള്ളത് അള്ളാഹ്ക്ക് അറിഞ്ഞോ, അള്ളാഹ്ക്ക് മനസ്സിലായി. അതിൽ കളങ്കമില്ല, അതിൽ ഈമാൻ മാത്രമേ ഉള്ളൂ, അതിൽ ഇഖ്ലാസ് മാത്രമേ ഉള്ളൂ. അള്ളാഹ് അവർക്ക് സമാധാനം ഇറക്കി കൊടുത്തു. സമീപത്ത് വരുന്ന വിജയം അള്ളാഹു അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു. സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്ത സ്വഹാബികളെ പറ്റി റസൂൽ പറഞ്ഞത് ലാ യദ്ഖുലുൻ നാറ ഇൻഷാഅല്ലാഹ് മിൻ അസ്ഹാബി ശജറത്തി അഹദില്ലദീന ബൈഉ തഹ്തഹ, ആ മരത്തിന്റെ ചുവട്ടിൽ എന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത ഒരാളും നരകത്തിൽ പോകില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലേ, പിറന്നു വീണ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച ഹിജ്റ എന്ന മഹാത്യാഗത്തിന്റെ തീച്ചൂളയിലേക്ക് സധൈര്യം നടന്നു കയറിയവർ, വല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ്, വിശ്വസിച്ചവരാണവർ, വഹാജറൂ ഹിജ്റ പോയവരാണവർ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മ സമരത്തിന് ഇറങ്ങിയവരാണവർ, വല്ലദീന ആവൂ വനസറൂ, അഭയം കൊടുത്തവരാണവർ, സഹായിച്ചവരാണവർ, ഉലൈക ഹുമുൽ മുഅ്മിനൂൻ, അവരാണ് വിശ്വാസികൾ. ഹഖൻ ഹഖൻ, യഥാർത്ഥത്തിൽ ഈമാനുള്ളവർ അവരാണ്. ലഹും മഗ്ഫിറത്തും വറിസ്ഖും കരീം, അവർക്ക് പാപമോചനമുണ്ട്, മാന്യമായ ഉപജീവനമുണ്ട് സ്വർഗ്ഗത്തിലെ അല്ലാഹുവിന്റെ അടുക്കൽ. സൂറത്തുൽ അൻഫാൽ 74-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹ് പറഞ്ഞു. സൂറത്തുൽ തഹരീമിൽ 8-ാമത്തെ ആയത്തിൽ യൗമ ലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ, അല്ലാഹു നബിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും അപമാനിക്കില്ല. അവരോടൊപ്പം ഒരു വെളിച്ചമുണ്ട്, അത് അവരുടെ മുന്നിലൂടെയും അവരുടെ വലതുഭാഗത്തിലൂടെയും ഇങ്ങനെ പരന്നൊഴുകിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നത് ആ നൂറിനെ ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണേ. എന്താ നൂറ്? ഹിദായത്ത്. അല്ലാഹുവോട് ചോദിക്കുകയാണ്, പൂർണ്ണമായ ഹിദായത്തിലാക്കണം അല്ലാഹ്. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറയും. ഇനി നോക്കുന്നത് അവരുടെ സ്വന്തം നേതാവിനെ പറ്റി പറഞ്ഞത് എന്തെന്നറിയും? അവരുടെ സ്വന്തം നേതാവ് റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് അവരെ വിശേഷിപ്പിച്ചത് അൻ-നുജൂമു അമനത്തുൽ ലിസമാ. റസൂൽ സഹാബത്തിന് മനസ്സിലാകാൻ വേണ്ടി വളരെ ലളിതമായ ഒരു ഉദാഹരണം കൊടുത്തു. നക്ഷത്രങ്ങൾ എന്നത് ആകാശത്തിലെ വിശ്വസ്തരായ കാവൽക്കാരാണ്. റസൂൽ പറയും, നക്ഷത്രങ്ങൾ ആകാശത്തിലെ കാവൽക്കാരാണ്, വിശ്വസിക്കാൻ പറ്റിയ കാവൽക്കാരാണ്, ഗാർഡുകളാണ്. നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ, അത് വീണ് കഴിഞ്ഞാൽ ആകാശത്തിന് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ, അതൊക്കെയും അതിൽ സംഭവിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനഅമനതുൽ യസ്ഹാബി, ഞാൻ എൻ്റെ സഹാബത്തിന് വിശ്വസ്തനായ കാവൽക്കാരാണ്. ഇദാ ദഹബതു, ഞാൻ പോയി കഴിഞ്ഞാൽ അതാസ്ഹാബി മാ യുഅദൂൻ, സഹാബത്തിന് എന്തൊക്കെ മുന്നറിയിപ്പ് നൽകപ്പെട്ടോ അതെല്ലാം പ്രശ്നങ്ങളൊക്കെ സഹാബത്തിന് വരും. വസ്ഹാബി, എൻ്റെ സഹാബത്ത് അമനത്തുൽ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ വിശ്വസിക്കാൻ പറ്റിയ കാവൽക്കാരാണ്. എൻ്റെ സഹാബത്ത് എൻ്റെ ഉമ്മത്തിനെ വിശ്വസിക്കാൻ പറ്റിയ കാവൽക്കാരാണ്. എൻ്റെ സഹാബത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ സമുദായത്തിന് ഉണ്ടാകേണ്ട അപകടങ്ങളും എല്ലാ ദുരിതങ്ങളും വന്നു ചേരും. മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്.
നോക്ക് റസൂൽ പറഞ്ഞെന്താ? റസൂൽ പറഞ്ഞെന്താ? ഞാൻ ആകാശത്തിന് കാവൽക്കാരനാണ്, നക്ഷത്രമാണ് ഞാൻ. അപ്പൊ ആകാശത്തിന്റെ നക്ഷത്രമാണ് ഞാൻ കാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ ആ ആകാശം അവിടെ നിലനിൽക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടത് എങ്ങനെ കൊണ്ടാ? നക്ഷത്രങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ്. ആ നക്ഷത്രങ്ങൾ പോയാലോ? ആ നക്ഷത്രങ്ങൾ, അതായത് അന്ത്യനാളിൽ നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴില്ലേ? അതെ, ഉതിർന്ന് വീഴുമ്പോൾ ആകാശത്തിന്റെ ബലം നഷ്ടപ്പെടും, അത് ദുർബലപ്പെട്ടു പോകും. അതിലെന്തെയും വിള്ളല് വീഴും, അത് വിണ്ടു കീറും. അങ്ങനെ ആകാശം നശിക്കുകയും ചെയ്യും. നക്ഷത്രങ്ങൾ കെട്ടുപോയാൽ ആകാശത്തിന് വിള്ളൽ വീണു കഴിഞ്ഞാൽ തെളിവായി ഉദ്ധരിക്കും. എന്നിട്ട് റസൂൽ പറഞ്ഞു, റസൂൽ പറഞ്ഞത് ഞാൻ എന്റെ സഹാബത്തിന് വിശ്വസിക്കാൻ പറ്റിയ വിശ്വസ്തരായ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരിക്കെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സമൂഹത്തിനെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു ആപത്ത് അല്ലാഹു ഉണ്ടാക്കൂല. ഒരാപത്ത് അള്ളാഹു ഒരിക്കലും ഉണ്ടാക്കുകയില്ല. വളരെ ഗൗരവമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അള്ളാഹു തന്നെ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ, റസൂൽ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ സ്വഹാബികൾക്കിടയിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ഫിത്നകൾ ഉണ്ടായി, യുദ്ധങ്ങൾ വരെ അവർ തമ്മിലുണ്ടായി, ഇല്ലേ? ഉണ്ടായിട്ടുണ്ട്. പലരും മുർത്തദ്ദായി പോയ ആളുകളുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സഹാബത്തിനെ വരാനുള്ളതൊക്കെ സംഭവിക്കും. എന്നിട്ട് റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ വിശ്വസ്തരായ കാവൽക്കാരാണ് എന്റെ സഹാബത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സഹാബത്ത് ഉള്ളിടത്തോളം ദീൻ നിലനിൽക്കും, എന്നും ദീൻ അങ്ങനെ നിലനിൽക്കും. ശത്രുക്കൾക്ക് മേൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. എന്റെ സഹാബത്തെല്ലാം മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ഉമ്മത്തിന് വരുന്നവർ എന്തൊക്കെ ആപത്തുകൾ, എന്തൊക്കെ ദുരിതങ്ങൾ, അല്ലേ? മാറാവ്യാധികൾ, ദുരന്തങ്ങൾ എന്തൊക്കെ വന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവരോടുള്ള ബാധ്യത എന്താ? സഹാബത്തിനെ പറ്റി പറയുമ്പോൾ അവരെ നാം സ്നേഹിക്കണം, അവരെ നാം സ്നേഹിക്കണം. ഈ ചാരിയിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ജുമഅയാണ് നമ്മൾ കേൾക്കുന്നത്, അള്ളാഹുവിന്റെ ദീനാണ്. ഉറങ്ങാൻ വേണ്ടിയാണെങ്കിൽ ആ യുദ്ധത്തിന് കാര്യമില്ല. അത് വളരെ ഗൗരവമായി ആലോചിക്കണം. റസൂലിന്റെ മിമ്പറിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ സുന്നത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന ഖുർആനും കേട്ട് ധന്യരാകാൻ വേണ്ടി കുറച്ചു നേരം ക്ഷമിച്ചിരിക്കാൻ വേണ്ടി ആ റബ്ബിന്റെ വഴിയിലേക്ക് നമ്മൾ വന്നു. ആ ഒരു ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവും. അതിൽ അഭാവം കാണിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, സഹാബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, സഹാബത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സഹാബത്തിലെ മോശമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ അപമാനിക്കല്ലേ. അവരെ ആര് സ്നേഹിച്ചുവോ എന്റെ ഇഷ്ടവും അതോടൊപ്പം ഞാൻ അവരെ സ്നേഹിക്കും. ആരവരോട് ദേഷ്യം കാണിച്ചോ വെറുപ്പ് കാണിച്ചോ അവൻ എന്നോട് വെറുപ്പ് കാണിക്കുന്നവനാണ്, എനിക്ക് അവരോടും വെറുപ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിലെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ എന്നെ ഉപദ്രവിച്ചതുപോലെയാണ്. ഞാനാകുന്ന റസൂലിനെ ഉപദ്രവിച്ചാൽ അള്ളയെ ഉപദ്രവിച്ചതുപോലെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സംബന്ധിച്ച് പറയും, അല്ലേ? കാണാം അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. അവരിൽ ഒരാളോടും അവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച കാണിക്കാൻ നമ്മൾ പാടില്ല. അവരിൽ ഒരാളെയും നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത പുണ്യാളന്മാരായി നമ്മൾ അവരെ കാണുകയും വേണ്ട. അവരോട് ദേഷ്യം പിടിക്കുന്നവരോട് നമുക്ക് ദേഷ്യം ഉണ്ടാകണം. അവരെ പറ്റി മോശമല്ലാത്തത് മോശമായത് പറയുന്നവരോട് നമുക്ക് ദേഷ്യം ഉണ്ടാകണം. അവരെ പറ്റി നല്ലതല്ലാതെ പറയരുത്. അവരെ സ്നേഹിക്കൽ ദീനാണ്, ഈമാനാണ്, ഇഹ്സാനാണ്. അവരോട് എന്തെങ്കിലും തരത്തിലൊരു വെറുപ്പുണ്ടാകുമെങ്കിൽ അത് കുഫ്റാണ്, അത് നിഫാഖാണ്, അത് തുഗ്യാനാണ്. കൃത്യമായി അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ചിന്തിക്കുക, എന്തിന് നമ്മൾ റസൂലിനെ, എന്തിന് റസൂലിന്റെ സഹാബത്തിനെ നമ്മൾ സ്നേഹിക്കും? എന്തുകൊണ്ട്? അല്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വിശദീകരിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് പോയി, എന്താ പറയും? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൃത്യമായി നമുക്ക് എത്തിച്ചേർന്ന അവരാണ്,
അല്ലേ? റസൂലിനെ നേരിൽ കണ്ടവരവരാണ്. വൽ വഹി, വഹി ഇറങ്ങി അല്ലാഹുവിന്റെ റസൂലിനെ നെറ്റിത്തടങ്ങനെ കുടുകുടേ വിയർക്കുന്നത് കണ്ടവരാണ് അവർ. യൻസിലു അലൈഹി ഫഅലിമു മാ അറാദല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ആയത്ത് ഇറങ്ങുമ്പോൾ എന്താണ് റസൂൽ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയവർ അവരാണ്. ആമൻ, പൊതുവായി പറഞ്ഞ കാര്യമായാലും, വഹാസൻ, പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞതായാലും, വഅസ്മൻ, വളരെ കർക്കശമായി പറഞ്ഞ കാര്യങ്ങളായാലും, വഇർഷാദൻ, ചില സൂചനകളായി പറഞ്ഞ കാര്യങ്ങളായാലും, വഅറഫു മിൻ സുനനിഹി മാ അറഫ്നാ വജഹിൽന. അവർ റസൂലിന്റെ സുന്നത്തിൽ നിന്നാണ് അവർ പഠിച്ചത്. മാ അറഫ്നാ വജഹിൽന, നമുക്കറിയാവുന്നതും നമുക്കറിയാത്തതും. വഹും ഫൗഖനാ ഫീ കുല്ലി ഇൽമിൻ മുജ്തഹിദ്, നമുക്ക് മുകളിലാണ് അവർ ഇൽമിലും ഇജ്തിഹാദിലും ഗവേഷണത്തിലും വറഇൻ വാഖിൽ ബുദ്ധിശക്തിയിലും സൂക്ഷ്മതയിലും, അല്ലേ എന്ന് അദ്ദേഹം കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്സുന്ന എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു സുന്നത്തി ദിക്റു മഹാസിനി അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്തിന്റെ നന്മകളെ പറ്റി പറയൽ. വൽ കഫു അലല്ലദീ ജറാ ബൈനഹും, അവർക്കിടയിൽ നിന്ന് സംഭവങ്ങളെ പറ്റി മിണ്ടാതിരിക്കലും. ഹുബ്ബുഹും സുന്ന, അവരെ സ്നേഹിക്കൽ സുന്നത്താണ്. വദുആഉഹും ഖുർബ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഇബാദത്താണ്. വൽ ഇഖ്തിദാഉ ബിഹിം വസീല, അവരെ പിന്തുടരുക എന്നത് അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. വൽ അഖ്ദു ബി ആഥാരിഹിം ഫളീല, അവരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് നടക്കുക എന്നത് ഏറ്റവും ഔന്നത്യമാണ്, ഫളീലത്താണെന്ന് അദ്ദേഹം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അവർ മനുഷ്യർ, അവർക്കും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. അതെടുത്തു പറഞ്ഞ് അവരെ വിമർശിക്കരുത്. ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബികൾ തമ്മിൽ യുദ്ധമുണ്ടായ പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അതിനെപ്പറ്റി അഹ്ലുസുന്നയുടെ ശത്രുക്കൾ എന്നും ആക്ഷേപിച്ചിട്ടുണ്ട്, എല്ലാ കാലത്തും ആക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ പറ്റിയും ആക്ഷേപം പറയാൻ പാടില്ല, അവരെ പറ്റി മോശമായത് പറയാൻ പാടില്ല എന്നാണ്. കാരണം الذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان, അവർക്ക് ശേഷം വന്നവർ അവർ പ്രാർത്ഥിക്കണം അല്ലാഹുവോട്, റബ്ബന, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ഗഫർ ലനാ, ഞങ്ങൾക്ക് പുറത്തുതാ, വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസത്തിൽ ഞങ്ങളെക്കാൾ മുന്നിട്ട് പോയവർ, കടന്നു പോയവർ, അവർക്ക് നീ പുറത്തു കൊടുക്കുന്ന പ്രാർത്ഥന ലഭിച്ചവരാണ് അവർ. സ്വഹാബത്ത്, അല്ലേ? ഫലം നഉമർ ഇല്ല ബിൽ ഇസ്തിഗ്ഫാർ ലഹും, അതുകൊണ്ട് നമ്മോട് അല്ലാഹു കൽപ്പിച്ചത് എന്താ? അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താനാണ്. മൻ സബ്ബഹും ഔ തൻഖുസുഹും ഔ അഹദൻ മിൻഹും ഫലൈസ അല സുന്ന, അവൻ ആ സ്വഹാബത്തിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ സുന്നത്തിലല്ല എന്ന് പണ്ഡിതന്മാർ പറയും. കണ്ടോ, അവര് മനുഷ്യരാണ്, അവർ പാപസുരക്ഷിതരല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നത് വഅഹ്ലുൽ സുന്നത്തി തുഹ്സിനുൽ ഖൗല ഫീഹിം വതറഹമു അലൈഹിം വനസ്തഗ്ഫിർ ലഹും, സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതും അവർക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നതും അതൊക്കെ അഹ്ലുൽ സുന്നത്തിന്റെ സ്വഭാവമാണ്. പക്ഷേ അവർക്ക് പാപസുരക്ഷിതരാണ്, അവർക്ക് ഒരു തെറ്റും സംഭവിക്കില്ല എന്നവർ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാൻ പാടില്ലവർ. കാരണം അവർക്ക് മാനുഷികമായ അബദ്ധങ്ങൾ സംഭവിക്കാം, പല വിഷയങ്ങളും അവർ ഗവേഷണം നടത്തുമ്പോൾ അവർക്ക് തെറ്റ് സംഭവിക്കാം എന്നാണ് അവിടെ വിശുദ്ധ ഖുർആൻ അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത്. അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പകരമായി നാം നൽകും, സ്വീകരിച്ചിട്ട് അവർക്ക് വന്ന തെറ്റുകൾ നാം പുറത്തു കൊടുക്കും. അല്ലാഹു പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവരെ, നമ്മളെ പറ്റി പറഞ്ഞോ, നമ്മളെ പറ്റി പറഞ്ഞോ, സ്വഹാബത്തിനെ പറ്റിയല്ലേ പറഞ്ഞത്, അവർക്ക് വന്ന വീഴ്ചകൾ നാം പുറത്തു കൊടുക്കും. അല്ലാഹു പറഞ്ഞതാണ് സൂറത്തുൽ അഹ്കാഫിലെ 16-ാമത്തെ ആയത്തിൽ, അല്ലേ? ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് തന്റെ അഖീദത്തുൽ വാസിത്തിയയിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ മിൻ ഉസൂലി അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം സലാമത്തു ഖുലൂബിഹിം, നല്ല ഹൃദയമുള്ള ആളുകൾ, വാൽസിനതുഹും ലി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിനെ പറ്റി നല്ലത് പറയുന്നവർ, അവര് സ്വഹാബത്തിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നവരല്ല. അതിൽ നിലപാടുണ്ട്, എന്താ? തവഖുഫ, ചില വിഷയം മിണ്ടാൻ പാടില്ല. കാരണം എന്താ? അവർക്ക് ഉഴതുണ്ട്, അവർ മുജ്തഹിദുകളാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാര്യങ്ങളിൽ ഗവേഷണം നടത്താൻ കഴിവുള്ള ആളുകളാണ്. ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം, ചിലപ്പോൾ ശരിയും സംഭവിക്കാം. അതുകൊണ്ട് അല്ലാഹു എല്ലാവർക്കും അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ അനുസരണക്കേട് കാണിച്ചില്ലേ? സ്വഹാബത്ത് കാണിച്ചില്ലേ? റസൂൽ മലയുടെ മുകളിൽ നിൽക്കാൻ പറഞ്ഞ സ്വഹാബത്ത്
ശത്രുക്കളെ മേൽ വിജയം നമുക്ക് ഉറപ്പായി, ഇനി ആരെയും പേടിക്കണ്ട എന്ന് പറഞ്ഞ് മലമുകളിൽ ഉഹദ് മലയുടെ മുകളിൽ നിന്ന് സ്വഹാബത്ത് താഴെ ഇറങ്ങിയപ്പോ അത് വലിയൊരു തിരിച്ചടിയായി, പിന്നെ ഒരു ദുരന്തമായി മാറിയത് നമ്മുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അല്ലാഹ് എന്താ പറഞ്ഞറിയോ? നിങ്ങൾ നിന്ന് വന്ന് പിന്തിരിഞ്ഞോടിയവർ, രണ്ട് സൈന്യങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോ അവർ ചെയ്തു വെച്ച പ്രവർത്തനത്തിന് പിശാച് അവരെ പഴിതെറ്റിച്ചതാണ്. അല്ലാഹ് അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് ഏറ്റവും പുറത്തു കൊടുക്കുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിന്റെ കഷ്ണം ഹംസയുടെ ജനാസ അവിടെ ഛിന്നഭിന്നമായി കിടക്കുമ്പോൾ റസൂലിന്റെ മനസ്സ് എത്ര വേദനിച്ചു പ്രിയപ്പെട്ടവരെ. എന്നിട്ട് സ്വഹാബത്തിനോട് റസൂൽ ചേർന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. നിങ്ങൾ കാരണമായിട്ടാണ് എന്റെ ചങ്ക് പറിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ് റസൂലേ താങ്കൾ അവരോട് ലളിതമായി വിനയത്തോടെ സൗമ്യമായി പെരുമാറിയത്. താങ്കൾ ഹൃദയം കടുത്ത പലിശ സ്വഭാവിയായിരുന്നുവെങ്കിൽ ഒരൊറ്റ സ്വഹാബത്ത് നബിയെ താങ്കളുടെ കൂടെ ഉണ്ടാവുമായിരുന്നില്ല. താങ്കളുടെ വിട്ടുവീഴ്ചയും ക്ഷമയും, അതുകൊണ്ട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ മഹത്വം അവർക്ക് വേണ്ടി റസൂലേ താങ്കൾ അല്ലാഹുവോട് പൊറുക്കലിനെ തേട് ഉണ്ടോ? വിശുദ്ധ ഖുർആനോട് പറഞ്ഞു, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. മക്ക ഫത്ഹിന്റെ സമയത്ത് വിശ്വാസികൾ 10,000 ആളുകളുടെ രാത്രിയിൽ മക്കയിലേക്ക് മാർച്ച് നടത്താൻ ആരും അറിയാതെ, ഈ ഒരു സംഭവം ആരും അറിയരുത് അല്ലാഹുവിന്റെ റസൂൽ ചട്ടം കിട്ടിയതാണ്. പക്ഷേ ഈ സ്വഹാബി നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു കത്ത് എഴുതി, ആരും അറിഞ്ഞിട്ടില്ല. അവിടെ രഹസ്യമായി കത്ത് അവിടെ മക്കയിലേക്ക് എത്തിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നു. റസൂൽ അത് പിടികൂടി കൊണ്ടു നിർത്തിയിരിക്കണം, വിചാരണ തടവുകാരനായി കൊണ്ടു നിർത്തിയിരിക്കണം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ. അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിലും ആ ചെയ്ത് തെറ്റാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഉമർ റളിയല്ലാഹു അൻഹു ഊരി പിടിച്ച വാളുമായി വന്നിട്ട് ഈ മുനാഫിക്കിന്റെ കഴുത്ത് ഞാൻ മുറിക്കട്ടെ റസൂലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ വാക്കുണ്ട്, ഉമറെ ബദറിൽ പങ്കെടുത്ത ആളല്ലേ, ഉമറെ അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളല്ലേ, ബദരീകളെ നോക്കിയിട്ട് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് ഞാൻ പൂർത്തു തന്നിരിക്കുന്നു പറയാം. അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് നമ്മളെ പോലെയല്ല, മനസ്സിൽ പക കൊണ്ട് കിടക്കുന്നവരല്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളാണെങ്കിൽ അയാളോട് തീർത്താത്ത പക ഉണ്ടാവില്ലേ നമുക്ക്, എന്നാലും എന്നെ കൊല്ലാൻ വേണ്ടി വാളെടുത്തവനല്ലേ എന്നില്ല. അവരുടെ മനസ്സ് ഏറ്റവും നല്ല ശുദ്ധമായ മനസ്സായുണ്ട്. ഹാത്തിബ് ഇബ്നു ബൽതഅയെ കെട്ടിപ്പിടിക്കുകയാണ്, കരയുകയാണ്. ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതാണ് സ്വഹാബത്തിന്റെ മനസ്സ്, ഏറ്റവും നല്ല തെളിഞ്ഞ മനസ്സെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പതിയും വിദ്വേഷവും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കണം. നോക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കുകൾ ദീനിൽ പ്രമാണമാണ്. വസഹാബത്തു കുല്ലുഹും അദൂലുൻ ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലി സുന്നയുടെ വിശ്വാസപ്രകാരം സ്വഹാബികളെല്ലാം നീതിമാന്മാരാണവർ. വയൻകലൂന മിന ശരീഅ ബിമാ യർവൂന, അവർ ഉദ്ധരിക്കുന്ന ദീനിൽ പ്രമാണങ്ങളാണ്. ശരിയായ സനദോട് കൂടിയുണ്ടെങ്കിൽ അവർക്കിടയിലുണ്ടായ തർക്കങ്ങൾ ഓരോരുത്തരുടെ ഇജ്തിഹാദിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹക്കമ അഹക്കിമു, ഒരു ഭരണാധികാരി ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന ആള്, അദ്ദേഹം ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചു, ഗവേഷണം ചെയ്തു, തുമ്മ അസാബ, ആ ഗവേഷണത്തിൽ ശരിയാണ് കണ്ടെത്തിയെങ്കിൽ ഫലഹു അജ്റാനി, 2 കൂലിയുണ്ട്. ഇദാ ഹക്കമ ഫജ്തഹദ തുമ്മ അഖ്താ, ഒരു കാര്യത്തിൽ അദ്ദേഹം കുറെ ചിന്തിച്ചു, പഠനം നടത്തി, തീരുമാനമെടുത്തപ്പോൾ തെറ്റിപ്പോയെങ്കിൽ ഫലഹു അജ്റുൻ, ഒരു കൂലി ഉണ്ടെന്നാണ്. അതുകൊണ്ട് സ്വഹാബികൾ അക്കാര്യത്തിൽ അവർ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവരെല്ലാവരുടെയും സ്ഥാനവും മഹത്വവും വളരെ വ്യത്യസ്തമാണ്. ഓരോ സ്വഹാബത്തിന്റെ ദറജ വ്യത്യസ്തമാണ്. സ്വഹാബത്തിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ മുൻകാലത്തുണ്ടായിരുന്നു. ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളിൽ പലരും സ്വഹാബത്തിനെ കുറ്റപ്പെടുത്തിയ ആളുകൾ ചീത്ത പറഞ്ഞവരുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബികളെ നിങ്ങൾ കുറ്റം പറയല്ല, ചീത്ത പറയല്ല. വല്ലദീ നഫ്സി ബിയദിഹി ലൗ അൻഫഖ അഹദുകും മിസ്ല ഉഹദ് ദഹബൻ, നിങ്ങളിൽ ഒരാൾ ഈ കാണുന്ന ഉഹദ് മലയുടെ എത്ര സ്വർണം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാലും മാദറക മുദ്ദ അഹദിഹിം വലാ നസീബഹു, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച ഒരു മുദ്ദ് അല്ല അതിന്റെ പകുതിയുടെ
പോലും എത്തൂല. നിങ്ങൾ കോടി സ്വത്തുണ്ടായിട്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും സ്വഹാബത്ത് ചെലവഴിച്ച ഒരു മുദ്ദ് അല്ലെങ്കിൽ അതിന്റെ ഹാഫ് മുദ്ദ് അതിന് പകരമാകില്ല. അതാണ് സ്വഹാബത്തിന്റെ സ്ഥാനം, ദീനിലെ സ്ഥാനം. അറിയോ? അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബ അസ്ഹാബി, എന്റെ സ്വഹാബത്തിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകും. വൽ മലായികത്തി, മലക്കുകളുടെയും വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളുടെയും ശാപം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബത്തിനെ പഠിക്കണം, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ഫാസിന ബിറിദല്ലാഹി അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. സ്വഹാബത്തിനെ സ്നേഹിക്കണം, അവരെ പറ്റി പഠിക്കണം. നാം എന്തിനു പഠിക്കണം? അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ, മൻ കാന മിൻകും മുസ്തന്നൻ ഫലസ്തന്ന ബിമൻ ഖദ മാത. നിങ്ങളിൽ ആരുടെയെങ്കിലും ചര്യ, ഒരു സുന്നത്ത് പകർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മരിച്ചവരുടെ ചര്യ നിങ്ങൾ പിൻപറ്റണം. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കും, മരിച്ചവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാനില്ലല്ലോ, ഫിത്നകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉലൈക അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരാ? ഞാൻ ഉദ്ദേശിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്താണ്. കാനു അഫ്ളൽ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല ആളുകളാണ്. അബർറുഹാ ഖുലൂബൻ, ഏറ്റവും നല്ല കൽബിന്റെ ഉടമകൾ, ഏറ്റവും പുണ്യമുള്ള, അഅ്മഖുഹാ ഇൽമൻ, ഏറ്റവും അഗാധമായ ഇൽമുള്ളവരാണ് അവർ. വഖല്ലുഹാ തകല്ലുഫൻ, നാട്യങ്ങൾ പറ്റേ കുറഞ്ഞവരാണ് അവർ. അവർക്ക് ആക്ട് കാണിക്കാൻ അറിയില്ല, നേർക്ക് നേരെ റിയൽ ലൈഫ് അങ്ങനെ നയിച്ച് ജീവിച്ച ആളുകളാണ്. അഭിനയം അവർക്കറിയില്ല, അതവരുടെ ജീവിതത്തിന്റെ ശൈലിയല്ല, ജീവിതത്തിൽ ഒരിക്കലും അവർ വന്നിട്ടില്ല. എന്നിട്ടോ ഖൗമൻ ഇഖ്താറഹുമുല്ലാഹ് ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനിഹി, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നടക്കാനും അവന്റെ ദീൻ നിലനിർത്താനും അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് അവർ. ഫഅറഫു ലഹും ഫദ്ലഹും ഫഅരിഫു ലഹും ഫദ്ലഹും, അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഫദ്ൽ നിങ്ങൾ മനസ്സിലാക്കണം. വത്തബിഉ ഫീ ആഥാരിഹിം, അവരുടെ മാതൃക നിങ്ങൾ പിന്തുടരണം. വതമസ്സകു ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം, അവരുടെ ദീനും അവരുടെ ഖുലുഖും സ്വഭാവവും നിങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? അത് മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, ഏറ്റവും നേരായ മാർഗ്ഗത്തിൽ ജീവിച്ചാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരാണ് നമ്മുടെ റോൾ മോഡൽസ്, മാതൃകാ പുരുഷന്മാർ, നമ്മുടെ റിയൽ ഹീറോസ് അവരാണ്. കള്ളു കുടിച്ച് ലഹരി നുണഞ്ഞ് വ്യഭിചരിച്ച് ഗഞ്ചാവും MDMഉം പെത്തടിനും ഉപയോഗിച്ച് സ്വബോധമില്ലാതെ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ മര്യാദയ്ക്ക് കുടുംബ ജീവിതം നയിക്കാൻ അറിയാത്ത സെലിബ്രിറ്റികളല്ല, ഫുട്ബോൾ സ്റ്റാർസുകളല്ല, ക്രിക്കറ്റ് പ്ലേയേഴ്സ് അല്ല, സിനിമ ആക്ട്രസ് ഒന്നുമല്ല യഥാർത്ഥ വിശ്വാസികളുടെ ഹീറോസ്. മറിച്ച് വിവരമില്ലാത്ത കാലത്ത്, റബ്ബിനെ കുറിച്ച് വേണ്ട വിധം ബോധമില്ലാത്ത കാലത്ത്, എല്ലാവിധ തിന്മകളിലും മുഴുകി ജീവിക്കവേ റസൂലിന്റെ വിളി കേട്ട് സത്യമാർഗത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നടന്നു കയറി ജീവിതം വിശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും മൂശയിലിട്ട് ഉരുക്കി വാർത്ത് ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യരായി ജീവിച്ച സ്വഹാബത്താകണം നമ്മുടെ റിയൽ ഹീറോസ്. അവരാകണം നമ്മുടെ റോൾ മോഡൽസ്. പാശ്ചാത്യരുടെ സംസ്കാരം കടമെടുത്ത് ഇമിറ്റേഷൻ ഫാഷന്റെ പിന്നാലെ പാഞ്ഞ് സംസ്കാര ശൂന്യരായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യന്റെ തലമുറയ്ക്ക് യഥാർത്ഥ സംസ്കാരം എന്താണെന്ന് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി കാണിച്ച് മുമ്പേ നടന്നവരാണ് അവർ, നമ്മുടെ മുമ്പേ നടന്നവർ. സമൂഹത്തോടുള്ള കൂറും ബാധ്യതയുമാണ് യഥാർത്ഥ ഡിഗ്നിറ്റി എന്നും വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തെ മുന്നിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാൻ ആത്മാർപ്പണ ബോധത്തിലൂടെ, സമാനതകളില്ലാതെ ത്യാഗസന്നദ്ധതയിലൂടെ യഥാർത്ഥ ഹീറോയിസം എന്താണെന്ന് മുമ്പേ നടന്ന് കാണിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാർ. ഇസ്ലാമിനെ പഠിക്കേണ്ടത് അവരിൽ നിന്നാണ്, അവരുടെ വിശ്വാസങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികൾ അവര് 71 ഭിന്നിക്കും, അതേപോലെ തന്നെ 72 ഈ നസാറാക്കളും ഭിന്നിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മത്തെ 73 ഭിന്നിക്കുമെന്ന് പറഞ്ഞിട്ട് കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, എല്ലാം നരകത്തിലാണ് ഒന്നൊഴികെ. ആരാണ് റസൂൽ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് മൻ കാന അലാ മിത്ലി മാ അന അലൈഹി, ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ഒരു സ്ഥിതി,
വഅസ്ഹാബി എന്റെ സ്വഹാബത്തും ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ഒരു മാതൃക. ചില പിന്നെ റിപ്പോർട്ടുകളിൽ ഹിയൽ ജമാഅ എന്നും അഹ്ലുസ് സുന്ന ജമാഅ എന്ന് പറയാനുള്ള കാരണം അതാണ്. മാ അന അലൈഹി വഅസ്ഹാബി അൽയൗം, ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏത് നിലപാട് നിലകൊള്ളുന്നുവോ അത് സ്വീകരിക്കും. ആ സ്വീകരിക്കാൻ ആ പാതയിലേക്ക് എത്തിച്ചേർന്നവരാണ് നമ്മൾ. ആ പാതയിലേക്ക് അല്ലാഹു നിർനിർത്തുമാറാകട്ടെ മരണം വരെ. അങ്ങനെ അവരിൽ നാം നമ്മൾ ദീന് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ സഹാബത്തിനെ പറ്റി ഇത് പറഞ്ഞല്ലോ, പല സഹാബത്തിനും ശ്രേഷ്ഠതകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ പിന്നെ അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു, അടുത്ത 4 ഖലീഫമാർ, പിന്നെ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗ്ഗം കണ്ട സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികൾ. അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഓരോ സ്വഹാബത്തിനെ പറ്റി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സ്വഹാബത്തിനെ പറ്റി ഖുലഫാ റാഷിദുകളടക്കം നമുക്ക് പഠിക്കണം. പഠിച്ചിട്ട് അതിൽ നിന്ന് ഒരുപാട് പകർത്തേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെന്ന വീഴ്ചകൾ പുറത്ത് മാപ്പാക്കി അല്ലാഹു ശരിയായ സരണിയിലൂടെ അല്ലാഹു നമ്മെ നടത്തുമാറാകട്ടെ. നമ്മൾ വന്നുന്ന പാപങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നന്മയിലേക്ക് മുന്നേറാൻ, തിന്മകളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്ത്, ദീർഘായുസ്സുള്ള ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.